ഇന്നത്തെ നൈറ്റിന് എനിക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ അത് ബേസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള ഒരു സോളോ ട്രിപ്പാണിത്. അതായത് ഔട്ട്സൈഡ്. പക്ഷെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഈ നൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഐ എം ഗോയിങ് ടു സെലിബ്രേറ്റ് എലോൺ. എല്ലാവരും നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ, കുറേ ആഘോഷങ്ങളില്ലാതെ നമ്മൾ തന്നെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഞാനൊന്ന് നോക്കുക. അപ്പം നമുക്ക് പോയി നോക്കാം. ഇവിടെ കുറേയേറെ വാക്കിംഗ് സ്ട്രീറ്റുകളുണ്ട്, മനോഹരമായിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റുകൾ. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പുറത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. അതേ കുറേ പേരൊക്കെ പട്ടീനെയും കൊണ്ട് പോകുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ റോഡെന്ന് പറയുന്നത് 1 2 3 4 ലൈൻ റോഡാണ്. പക്ഷേ ഇതിൽ ഒരു 2 ലൈൻ മാത്രം, ഓൺലി 1 ലൈൻ മാത്രമാണ് കാറുകൾ, അതായത് 4 വീലറിന് ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളൂ. ഒരു ലൈൻ എന്ന് പറയുന്നത് സൈക്കിളുകാർക്ക് വേണ്ടിയുള്ള ലൈനാണ്, ഒരു ലൈൻ സ്കൂട്ടറിന് വേണ്ടിയുള്ള ലൈൻ, ഒരെണ്ണം വാക്കിങ്ങിന് വേണ്ടി. റോഡിൻ്റെ കണ്ടോ, ഇപ്പം ഇവർ പോകുന്നതാണ് സൈക്കിളിൻ്റെ ലൈന്. അപ്പം ഈ സൈക്കിള് ഇവിടെ ഒരുപാട് ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ ഒരു ബെസ്റ്റ് ഉപാധിയാണ് സൈക്കിള്. കുറേ നേരമായിട്ട് നടക്കുക. ഞാൻ സ്പാനിഷ് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ. പക്ഷേങ്കിൽ എനിക്ക് സ്പാനിഷ് ഫുഡ് മാത്രം കിട്ടുന്നില്ല, ബാക്കി എനിക്ക് എല്ലാ ഫുഡും കിട്ടുന്നുണ്ട്. ചൈനീസ് കണ്ടു, മെക്സിക്കൻ കണ്ടു, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഷി കണ്ടു. പക്ഷെ സ്പാനിഷ് മാത്രം കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം, എല്ലായിടത്തും ബാർ വിത്ത് റെസ്റ്റോറൻ്റാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്, ബാർ വിത്ത് റെസ്റ്റോറൻ്റാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. എന്നിട്ട് നമുക്കിന്ന് ഫുഡൊന്ന് നോക്കാം. കേട്ടോ, ബാർ വിത്ത് റെസ്റ്റോറൻ്റാണ്. നമുക്കിതിന് മെനു തരാനായിട്ട് ആരും വന്നിട്ടില്ല. ഇവിടെ ഇരിക്കാം. ചേച്ചിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, ചൈനീസ് ആണോ സ്പാനിഷ് ആണോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പം ഞാൻ ഒരു വൈറ്റ് വൈൻ പറഞ്ഞു, പിന്നെ ഒരു ഫ്രൈഡ് റൈസ് വിത്ത് ബീഫ് കറി പറഞ്ഞു, പിന്നെ ഒരു സ്പ്രിംഗ് റോൾ പറഞ്ഞു. എന്തായാലും ചൈനീസ് കയറിയതല്ലേ. അമ്മച്ചിക്ക് ഞാൻ തന്നെ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്നോട് ചോദിക്കുക ഒള്ളി വണ്ണാണോ? കുഴപ്പമില്ല, കാരണം അവർ വിചാരിച്ചു ഞാൻ എന്നെ വട്ടായിട്ട് ഇവിടെ ഒരാളെ തന്നെയായിട്ട് കയറിയിരിക്കുന്നതെന്ന്. ഈ സാധനം ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നൊരു സംഭവമാണ് പപ്പടപ്പൊടി. അതായത് നമ്മുടെ പാറ്റി പപ്പടം എന്ന് പറയില്ലേ, അതാണ് സംഭവം. അതായത് നമ്മളെ അത്രയും സമയം ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഫുഡ് വരുന്നോടം വരെ നമുക്കൊരു ക്ഷമയുണ്ടാകാൻ വേണ്ടി ഇവർ തരുന്ന സാധനമാണ്. ചുമ്മാ കഴിച്ച് നോക്കാം. നമ്മുടെ നാട്ടിലെ പാറ്റി പപ്പടം. ഇത് കഴിക്കാനായിട്ടൊരു സോസ് കൊണ്ടുവന്ന് വെച്ചോ ചേച്ചി, ഒരു ചുമന്ന കളറിലുള്ള സോസ്. നോക്കട്ടെ. വിനാഗിരിയും മധുരവും കൂടെ കൂടിയൊരു സോസ്.
കുഴപ്പമില്ല. നോട്ട് ബാഡ്. ചേച്ചി അത് 1 കിലോമീറ്റർ അകലെ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എടുത്തു. സംഭവം കുറേ ഫ്രൈഡ് റൈസ് വിത്ത് ബീഫ് കറിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മച്ചി തന്നിരിക്കുന്നത് കുറച്ച് വെള്ളച്ചോറിൻ്റെ മുകളിലോട്ട് ബീഫ് കറി നിറയെ ഒഴിച്ച് തന്നേക്കുന്നത്. നമുക്കൊന്ന് നോക്കാം, കഴിച്ചും കൂടെ. ഇതേതോ ദാരിദ്ര്യം പിടിച്ച ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെന്നാ തോന്നുന്നു. വെള്ളച്ചോറ്, അതിൻ്റെ മുകളിലോട്ട് ബീഫ്, ഉള്ളി, പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ മറ്റേ പട്ടാണി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാക്കിയിരിക്കുന്ന കറിയാണ്. നോക്കാം. ഇവർക്ക് ചൈനീസ് റെസ്റ്റോറൻ്റ് എന്ന് പേര് കൊടുത്തു തന്നെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അടിച്ചേനെ. വെള്ളച്ചോറിൻ്റെ മുകളിലോട്ട് എരിവും പുളിയില്ലാത്ത ബീഫ് കറി ഉണ്ടാക്കിയിട്ട് ഫ്രൈഡ് റൈസാണ്. എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കാം, ശരിക്കും വെള്ളച്ചോറ്. പണ്ടേതോ സിനിമയിൽ സലിംകുമാർ പറഞ്ഞ പോലെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്ക് ഇതാ സ്ഥിതി. വൻ പരാജയം എന്ന് പറഞ്ഞാൽ വൻ പരാജയം. ചോറ് അങ്ങനെ തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ്. കാരണം ചുമ്മാ മഞ്ഞൾ പുരട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ബീഫും കുറേ സാധനങ്ങളും ഒക്കെ ഇട്ട് ഇങ്ങ് തന്നേക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം സ്പാനിഷ് എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ച് തപ്പി വന്നിട്ട് കഴിച്ച കടയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നല്ലതായിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി മാൾട്ടയിലാണ് ഇതിൽ നല്ല ചൈനീസ് കിട്ടുന്നതെന്ന്. എനിവേ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ആഘോഷിച്ച എൻ്റെ ബർത്ത്ഡേ 8 നിലയിൽ പൊട്ടി എന്നുള്ള കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഫുഡ് വൻ പരാജയമായിരുന്നു. പിന്നെ അവസാനം അവരതൊന്ന് ഞാൻ പകുതിയൊന്നും കഴിച്ചില്ല. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവരെനിക്കൊരു ബ്ലാക്ക് കോഫി കൊണ്ടുവന്ന് തന്നു. പിന്നെ അതിൽ അവിടെ നിൽക്കുന്ന ഒരാൾ പുള്ളി പഞ്ചാബിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇന്ത്യക്കാരിയാണ് എന്നതിൻ്റെ ഒരു സ്നേഹം. അപ്പോൾ അതിന് വകയായിട്ട് പുള്ളി എനിക്കൊരു ബ്ലാക്ക് കോഫിയൊക്കെ കൊണ്ടുവന്ന് തന്നു. എനിവേ ലാസ്റ്റ് അതിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം സങ്കടമായി, എനിക്കിഷ്ടമായില്ല. കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നെ പറയാനുള്ള ഇനി ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ആൻഡ് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോയി ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം എൻ്റെ ഒരു ദിവസം ഇന്നിവിടെ തീർന്നു. ഇനി ഞാൻ 2-3 ദിവസം കൊണ്ടുണ്ട്. പക്ഷേ ശരിക്കും വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്പെയിന്, അല്ലെങ്കിൽ ബാർസിലോണ. കുറേയേറെ നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റി. കുറേയേറെ തന്നെ പെട്ടെന്നൊരു ഡിസിഷൻ ക്വിക്ക് ഡിസിഷൻ മേക്കർ, ഞാൻ ഒരു ക്വിക്ക് ഡിസിഷൻ മേക്കറാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. സച്ച് എ ഓസം എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ്.